श्री पीए मोहम्मद ഇപ്പം മിനിസ്റ്റർ പാലം കളർഫുള്ളായി അടിപൊളിയായി ഗംഭീരമായി എങ്ങനെയാണ് ഈ ഒരു ആശയം? അല്ല, ഇത് നടന്നുകൊണ്ട് സംസാരിക്കാം. വിദേശ രാജ്യങ്ങളിൽ പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത് ചെയ്തുകൂടാന്ന് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി നേരത്തെ ഈ പാലത്തിൻ്റെ ഈ ബ്രേസിങ്സ് ഉണ്ടല്ലോ, ഇത് പൊട്ടി വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറ്റണം എന്നുള്ളത് കൊണ്ട് ഒരു അറ്റകുറ്റപ്പണി നടത്തി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് പറ്റിയ തുടക്കം ഇവിടുന്ന് കുറിക്കാം എന്ന് കരുതിയിട്ടാണ് ഈ പാലം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതിനോട് ചേർന്നുള്ള പാർക്ക് വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പാർക്ക് നവീകരിച്ചു. അവിടെ ഇപ്പോൾ ഇവിടുത്തെ പ്രാദേശിക കലാകാരന്മാർക്ക് അവരുടെ കലാ വിരുന്നൊക്കെ അവതരിപ്പിക്കാനും ഒത്തുകൂടാനുള്ള സ്ഥലമാവും. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റെല്ലാ അതിർവരമ്പുകൾക്കപ്പുറത്ത് ആളുകൾ ഒന്നിക്കുക, നമ്മൾ എന്നാണ് ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ. ആ നിലയിൽ കേരളത്തിലെ പാലങ്ങൾ, നമ്മുടെ പാലങ്ങൾ അത് ഇതേപോലെ ദീപാലങ്കൃതമാക്കുക എന്നുള്ള കാഴ്ചപ്പാട് വന്നു. അതിപ്പോൾ അഭൂതപൂർവമായി ഒരു ജനകീയ ഉത്സവമായി മാറി. ആളുകളെ ഏറ്റെടുത്തു. ആളുകൾക്ക് ഇതൊരു വലിയ പോസിറ്റീവ് വൈബാണ് വന്നുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല, ഈ ജില്ലയിലുള്ളവർ മാത്രമല്ല, മറ്റ് ജില്ലകളിലുള്ളവർ വരും, ഇത് കാണും, സെൽഫി എടുക്കും, സംഗീതം കേൾക്കും, ഭക്ഷണം കഴിക്കും, സമയം ചെലവഴിക്കും. അങ്ങനെ ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പുതിയ പുതിയ ആശയങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാലത്തിൻ്റെ നവീകരണം. ഇനി സധൈര്യം കേരളത്തിലെ മറ്റ് പാലങ്ങളും നമുക്ക് ഇതുപോലെ മാറ്റിത്തരും. ലൈറ്റ് മാറി മാറി വരും. വലിയ രസമാണ്. ആളുകൾ ഇവിടേക്ക് വരും, സെൽഫി എടുക്കും, ഇതിലൂടെ നടക്കും, ഒരു രാത്രി സമയത്ത് വരും. ഇപ്പം ഈ തൊഴിലിൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റമുള്ളതുകൊണ്ട് രാത്രിയാണ് ആളുകൾക്ക് കുറേ കൂടി പുറത്തിറങ്ങാനും ഒക്കെ കൂടുതൽ സമയവും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറുകയാണ്. ട്രാഫിക് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതിന് എന്തെങ്കിലും നിയന്ത്രണം, ക്രമീകരണങ്ങളുണ്ടോ? അല്ല, അത് കളക്ടർ തന്നെ യോഗം ചേർന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ട്രാഫിക് പ്രശ്നമാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ ഇപ്പോൾ 2 മേൽപ്പാലം വരുന്നുണ്ട്. 255 കോടിയാണ് 2 മേൽപ്പാലത്തിന് സർക്കാർ ചെലവഴിക്കാൻ നിശ്ചയിച്ചത്. അത് വരുമ്പോൾ കുറേ പരിഹരിക്കും. ഇവിടുത്തെ ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതിയുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു ഭാഗത്തുനിന്ന് 2 ഭാഗത്തുനിന്ന് വണ്ടി വരുമ്പോൾ ബ്ലോക്കായിട്ട് ദീർഘസമയം ബ്ലോക്കാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ടൈമർ വെച്ച്, അതുപോലെ ഇനി ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം കൊണ്ടുവന്ന് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ പോലീസ് വലിയ നിലയിൽ സഹായിക്കുന്നുണ്ട് 2 ഭാഗത്തു നിന്ന്. അപ്പോൾ ആ നിലയിൽ നമുക്കത് പരിഹരിച്ച് പോകാൻ പറ്റും. ഫറൂഖ് പഴയ പാലം ഒരു തുടക്കമാണെന്ന് പറയാൻ പറ്റുമോ? അത് ഫറൂഖ് പഴയ പാലം ഒരു തുടക്കമാണ്. അപ്പോൾ പലയിടത്തുനിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ പാലുണ്ട്, അവിടെ പാലുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പ്. ആ ലിസ്റ്റ് പ്രകാരം ഓരോരുത്തരും സംസാരിക്കും, അവിടുത്തെ ജനപ്രതിനിധികളോട് സംസാരിക്കും, സാധ്യമാകുന്ന പാലങ്ങളെ ഉപയോഗപ്പെടുത്തും. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ RBDCക്ക് എല്ലാ നിലയിലും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. കാര്യം കൂടെ, രാത്രി എത്ര മണി വരെ ഇതുപോലെ? ഇപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ദിനം വരെ ഇതിങ്ങനെ പരമാവധി തുറന്നു പോവുക. ബാക്കി കാര്യങ്ങളൊക്കെ കളക്ടർ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാലം നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, നല്ല അനുഭവമാണ്. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പാലം കാണാൻ? അടിപൊളിയാ. സൂപ്പറായിട്ടുണ്ട്. വേറൊരു ലെവലായി. ഞാൻ എല്ലാത്തിനും സ്റ്റാറ്റസിലൊക്കെ ഇട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അടിപൊളി ആയിക്കണല്ലോ പല എന്നൊക്കെ. പാലം കളർഫുള്ളായിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമെന്ന് ടൂറിസം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഫറൂഖ് പഴയ പാലത്തിൽ നിന്ന് ജോംടിക്കയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.